ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി നിൽക്കുന്നത് നമ്മൾ സ്വന്തം രേണു ചേച്ചിയാണല്ലോ, എന്റെ സുഹൃത്തും കൂടിയാണ്, അല്ലെങ്കിൽ സിസ്റ്റർ പോലെ തന്നെയാണ് എനിക്ക്. അപ്പോൾ ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങൾ, അവരുടെ കുടുംബത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ കുടുംബം നടക്കുന്ന കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ വന്നത്. കാരണം ഒരാളെ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കൂട്ടമായി ആക്രമിക്കണം കാണുമ്പോൾ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ എനിക്ക് കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ എത്ര വർഷങ്ങൾ അതിനുള്ള ആശുപത്രി മരിച്ച സ്റ്റിൽ ആ സമയം മുതൽ ഈ സമയം വരെ വേട്ടടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ വേറെ വൃത്തിയുടെ ജോലിക്കൊന്നുമില്ല പോകുന്നത്. അന്തസ്സായിട്ട് ആൽബം ചെയ്യുന്ന ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യം ചെയ്ത് ചേച്ചി സ്വന്തമായിട്ട് അതിനൊരു വരുമാനം ഉണ്ടാക്കണം. ഒരാളെ പച്ചമാംസം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാൾ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാൾ മൃഗമായി ഉപദ്രവിച്ചിട്ടോ എന്നല്ലോ ചേച്ചി ഉണ്ടാക്കുന്നത്. പിന്നെ ചില സമയത്തൊക്കെ ചേച്ചി വായന്ന് വരുന്ന കാര്യങ്ങൾ ചേച്ചിക്ക് തന്നെ വിനയായിട്ട് ഉണ്ട്. അത് ഓക്കെ, അതൊരു കാര്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ശരി, ചേച്ചി കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചേച്ചിയോട് ഓപ്പണായിട്ട് പറയാറുണ്ട്. ചേച്ചി അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മനസ്സുള്ള ഒരു വ്യക്തി കൂടിയാണ് ചേച്ചി. മാത്രമാണ് കിച്ചു ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറഞ്ഞു തരുന്ന ആൾക്കാരൊന്നും കിച്ചിന്റെ കൂടെ 100% മരണം വരെ ഉണ്ടാവണം എന്നില്ല. പകരം കിച്ചിന്റെ കൂടെ ഉണ്ടാകുന്നത് കിച്ചുവിന്റെ മൂന്നാമയായും കിച്ചുവിന്റെ ഇപ്പൊ മൂന്നാമൊക്കെ ജനിച്ച ഋതപ്പനായാലും ഇവരൊക്കെയാണ് കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞു തരുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് പറഞ്ഞു തരുന്നത്? ആദ്യം ബോധത്തോടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. ഹലോ, അപ്പൊ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ മറ്റൊരു കിഡിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പൊ ഒരു കോൺട്രവേഴ്സിയിൽ നിൽക്കുന്നത് നമ്മൾ സ്വന്തം രേണു ചേച്ചിയാണല്ലോ, എൻ്റെ സുഹൃത്തും കൂടിയാണ്, ലൈക്ക് ഒരു സിസ്റ്ററെ പോലെ തന്നെയാണ് എനിക്ക്. അപ്പോൾ ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങൾ, അവരുടെ കുടുംബത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ കുടുംബം നടക്കുന്ന കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത്. കാരണം ഒരാളെ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കൂട്ടമായി ആക്രമിക്കണ കാണുമ്പോൾ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ എനിക്കത് കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു മോശം സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ജനങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ രേണുചേച്ചിനെ പരിചയപ്പെട്ട കാര്യം പറയാം. രേണുചേച്ചിനെ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാം. ചേച്ചി ഈ മീഡിയാസിൽ ഇത്ര ഫേമസ് ആവുന്നതിന് മുമ്പേ ചേച്ചിനെ എനിക്ക് അറിയാം. ദുബായിലുള്ള ഞങ്ങൾ പെർഫ്യൂം ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന കാര്യം മുതലേ ഞങ്ങൾക്ക് അറിയാം. കാരണം സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഇങ്ങനെ ഒരു പെർഫ്യൂമിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, സുധിച്ചേട്ടൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ചേച്ചിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പിന്നെ ലക്ഷ്മി നക്ഷത്ര ദുബായിലേക്ക് പോയിട്ട് യൂസഫ് ഖാനെ കണ്ടിട്ട് യൂസഫ് ഖാൻ ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ മുതലേ ഉണ്ട് ഒരു കോണ്ടാക്ട് ഉണ്ട് ചേച്ചിനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും, കാര്യങ്ങൾ അറിയും. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ചേച്ചി ലൈക്ക് ചെയ്യാറുണ്ട്, ചേച്ചി എന്നോട് സംസാരിച്ചു പറയാറുണ്ട് ചില വീഡിയോസൊക്കെ ഇത് നന്നായിട്ടുണ്ട്, ഈ ചെയ്ത വീഡിയോസ് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഒരു നോർമൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചേച്ചി കുറച്ചും കൂടെ ഒക്കെ ഫേമസ് ആയ സമയത്ത് പിന്നെ ഞങ്ങൾ നല്ല കോണ്ടാക്റ്റായി, നല്ല ഫ്രണ്ട്സായി, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജ് ഇവന്റുകൾ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ തന്നെ തെൻസിർ ഖാൻ്റെ കണ്ണൂർ മാമാങ്കോ മഹോത്സവം എന്നൊരു പരിപാടിയൊക്കെ 16-ാം തീയതി ചേച്ചിയുടെ പരിപാടി, 17-ാം തീയതി എൻ്റെ പരിപാടി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടായതൊക്കെ, കൂത്തുപറമ്പ് മഹോത്സവത്തിനൊക്കെ. അത് പോരാണ്ട് ഞങ്ങൾ തെൻസിർ ഖാൻ്റെ 2-3 ആൽബത്തിലൊക്കെ വർക്കിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞുപെങ്ങളുടെ കല്യാണം ആയിക്കോട്ടെ, അതിന് മുമ്പുള്ള ഞങ്ങളുടെ ആൽബം, എൻ്റെ ആശ്രയ ആൽബം കഴിഞ്ഞിട്ട് അവരെ വർക്കൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാനൊക്കെ പോവാറൊക്കെ ഉള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പം കൊച്ചിയിൽ വരുമ്പോൾ പിന്നെ ഇനാഗുറേഷൻ ഒരുമിച്ച് ഒരു 1-2 ഇനാഗുറേഷൻ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, അങ്ങനെ എറണാകുളം ഈ ഭാഗത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. അതവിടെ നിൽക്കട്ടെ, സുഹൃത്ത് ബന്ധം ഇതാണെന്നുള്ളത് ഞാൻ നിങ്ങളോടൊന്ന് അറിയിച്ചെന്നാണ്. അപ്പോൾ അത് കൂടാണ്ട് പിന്നെ രേണു ചേച്ചി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമുക്കൊന്ന് എടുത്ത് പറയാം. ഒരാൾക്കാൾ എത്ര വർഷങ്ങളായി നിങ്ങളൊന്ന് ആലോചിക്കുക. സുധിച്ചേട്ടൻ മരിച്ച സ്റ്റിൽ ആ സമയം മുതൽ ഈ സമയം വരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ വേറെയുള്ള വൃത്തികെട്ട ജോലിക്കൊന്നുമല്ലേ പോണത്. അന്തസ്സായിട്ട് ആൽബം ചെയ്യുന്ന, അല്ലെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യവും ചെയ്ത് ചേച്ചി സ്വന്തമായിട്ട് അതിനൊരു വരുമാനം ഉണ്ടാക്കുകയാണ്. ഒരാളെ പച്ചമാംസം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാളെ മൃഗീയമായി ഉപദ്രവിച്ചിട്ടോ ഒന്നുമല്ലല്ലോ ചേച്ചി ഉണ്ടാക്കുന്നത്. പിന്നെ ചില സമയത്തൊക്കെ ചേച്ചിയുടെ വായെന്ന് വരുന്ന കാര്യങ്ങൾ ചേച്ചിക്ക് തന്നെ വിനയായിട്ട് ഉണ്ട്. അത് ഓക്കെ, അതൊരു കാര്യമായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ശരി, ചില സമയത്ത് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് ചേച്ചിയോട് ഓപ്പണായിട്ട് പറയാറുണ്ട്. ചേച്ചി അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മനസ്സുള്ളൊരു വ്യക്തി കൂടിയാണ് രേണു ചേച്ചി. പിന്നെ ചേച്ചീനായിട്ടുള്ള വേറൊരു ബോണ്ട് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് കരീഷ്മ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കരീഷ്മയാണ് ചേച്ചിയുടെ മാനേജർ, പേഴ്സണൽ മാനേജർ കരീഷ്മയാണ്. അപ്പോൾ കരീഷ്മ ചേച്ചിയുടെ വീട്ടിലിടയ്ക്ക് ഞങ്ങൾ കൂടാറുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ലൗട്ട് ആയിട്ട് ചേച്ചിയുടെ വീട്ടിലൊക്കെ കൂട്ടാറുണ്ട്. അപ്പോൾ 1-2 ദിവസങ്ങൾ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ചേച്ചിയുടെ ഫാമിലി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, എൻ്റെയും ആഷിൻ്റെയും കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ച സമയത്തൊക്കെ ചേച്ചി വളരെ നല്ല രീതിയിലാണ് കിച്ചുവിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നുള്ളത്. എൻ്റെ മകൻ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു മൂത്ത മകനാണ് എന്ന രീതിയിൽ തന്നെയാണ് കിച്ചുവിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്.
കിച്ചു ഇടയ്ക്കൊക്കെ ഞങ്ങൾ ആ സമയത്തൊക്കെ ഉള്ള സമയത്ത് കിച്ചു വിളിക്കാറുണ്ട്, രേണുചേച്ചിയോട് ക്യാഷ് ചോദിക്കാറുണ്ട്. ചേച്ചി ക്യാഷ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എനിക്കത് നോണ പറയേണ്ട ഒരു ആവശ്യമില്ല, കാണാത്തൊരു കാര്യം. കാരണം കിച്ചുവിനായിട്ട് എനിക്ക് വലിയ ബന്ധമോ കാര്യങ്ങളോ സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ. അപ്പോൾ കിച്ചുവിനെ വെറുതെ ഇങ്ങനെ കിച്ചുവിനെ ഒരു നുണയനാണെന്ന് പറഞ്ഞ് പരുത്തേണ്ട ഒരു കാര്യം എനിക്കില്ല. ഞാൻ രേണുചേച്ചിയുടെ ഫ്രണ്ടാണ്. ആസ് എ ഫ്രണ്ട് എന്ന രീതിയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് തുറന്ന് പറയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പോൾ ചേച്ചി ഈ പറഞ്ഞ 300-400 മാത്രമൊന്നുമല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഒക്കെ കിച്ചുവിന് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എന്തിനാണ് കുട്ടികൾക്ക് ഇത്ര ക്യാഷ് കൊടുക്കുന്നത്, അതെന്തിനാണ് അവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണം. ഇല്ല കിച്ചു അവൻ അങ്ങനെ ഒന്നുമില്ല, വീട്ടിലേക്ക് സാധനം വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ ഫീസാണ് അങ്ങനെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, യൂട്യൂബ് ചാനലൊക്കെ ചേച്ചി കിച്ചു ചെയ്യുന്നില്ല, അതിനൊക്കെ വരുമാനം ഇല്ലേ? ഞാനത് ചോദിക്കാറില്ല ജാസ്തി എന്നാണ് എന്നോട് പറയുള്ളത്. ചേച്ചി ഈ പ്രശ്നം നടക്കുന്ന ഒരു 2-3 ദിവസം മുമ്പ് പോലും ചേച്ചി കിച്ചുവിന് ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേച്ചി വന്ന് ചേച്ചി തന്നെ തെളിയിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അത് ചേച്ചിയോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ചേച്ചി അങ്ങനെ നുണ പറയുന്ന വ്യക്തിയല്ല. പിന്നെ രണ്ടാമത്, എന്തിനാണ് ഈ കിച്ചുവിന് ഇത്രമാത്രം ക്യാഷ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. എന്തിനാണ് ക്യാഷ് ഇത്രമാത്രം കിച്ചു ചെറിയൊരു 20-24 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്രമാത്രം ക്യാഷിൻ്റെ ആവശ്യം എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. അത് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു, രേണു ചേച്ചി ദുബായിൽ പോയിട്ട് വരുന്ന സമയത്ത് കുറേ ലഗേജ് ഉണ്ട്, അതാണ് ഇതാണ്. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്, ദുബായിൽ ജീവിച്ച വ്യക്തിയാണ്. നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു എന്താ പറയുക, കുറച്ച് ലഗേജ് സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 500 ദിറംസ് മതി. നമുക്ക് ഒരു 500 ദിറംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു 120 പോയിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാം. അവിടെ 20 ദിറംസ് ആണ് ഇത്രയും വലിയ കമ്പിളിക്ക്. ആ കമ്പിളിയുടെ ഒരു നിങ്ങൾ ദുബായിൽ നിന്ന് പറഞ്ഞ കമ്പിളി കണ്ടിട്ടുണ്ടോ? അത്രയും വലിയ കമ്പിളിക്ക് ഒരു 50 ദിറംസോ ഒരു 20 ദിറംസൊക്കെ ഉള്ളൂ. അപ്പോൾ അത്രയും സാധനത്തിന് ഒരു 50 ദിറംസ് എന്ന് പറയുമ്പോൾ 50 രൂപ ആയിട്ട് കണക്കാക്കുക നിങ്ങൾ. ബാക്കി 450 രൂപ കിടക്കുകയാണ്. അതിന് നമുക്ക് അല്ലറ അവിടെയൊക്കെ 1 ദിറംസ് 2 ദിറംസ് 3 ദിറംസ് 5 ദിറംസ് 6 ദിറംസ് 10 ദിറംസ് 20 ദിറംസ് അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സാധനങ്ങളൊന്നും കണ്ടുകൊണ്ടേ ഉണ്ടാവില്ല. നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ബൾക്കായിട്ട് വാങ്ങാം. ഞാൻ അങ്ങനെ വാങ്ങിച്ചൊരു വ്യക്തിയാണ് എൻ്റെ വീട്ടിലേക്ക്. ഞാൻ 2-3 ബോക്സുകളായിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊറിയർ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം. അത് മാത്രമല്ല, നമുക്ക് അവിടുത്തെ ഒരു ആൾക്കാരെ സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ ടിക്ടോക്കിൽ അവിടെ ഫേമസ് ആയ സമയത്ത് എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ വാച്ച്, മിഠായികൾ, അതേപോലെ പെർഫ്യൂംസുകൾ, അതേപോലെ ചോക്ലേറ്റ്സ്, ഇതൊന്നും ഞാൻ ക്യാഷ് എടുത്ത് വാങ്ങാറേ ഇല്ല. നമ്മളെ ഇഷ്ടപ്പെട്ട് കാണാൻ വരുന്ന ആൾക്കാർ ഇതൊക്കെ നമുക്ക് കൊടുന്നു തരും. ചോക്ലേറ്റ് ആയിട്ടും പിസ്ത ബദാം ഡ്രസ്സുകളായിട്ടും പെർഫ്യൂംസുകളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെയായിരുന്നു ഉണ്ടാവുക. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊക്കെ ഇവിടെ ദുബായിൽ സഫയർ റെസ്റ്റോറൻറ്റിൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ നിറയെ സാധനങ്ങളായിരിക്കും, പെർഫ്യൂംസും അതും ഇതുമായിട്ട്. കാരണം എനിക്ക് ആൾക്കാരെ കൊടുക്കുന്ന സാധനം ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് കൊടുത്തയക്കും. അങ്ങനെ അപ്പോൾ അത് നിങ്ങളൊരു വിഷയമായിട്ട് കാണേ ചെയ്യേണ്ട. തൂറോളം പേടിയുള്ള ആളാണ് നമ്മൾ രേണു ചേച്ചി. അപ്പോൾ ചേച്ചി അങ്ങനെ ഒരു ഇല്ലീഗലായിട്ടൊരു സാധനം ദുബായിൽ നിന്ന് അങ്ങോട്ട് കടത്തുന്ന അതൊന്നും ഒരിക്കലും പോസിബിൾ ഉള്ള കാര്യമല്ല മിസ്റ്റേഴ്സ്. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇതാണ് എനിക്ക് രേണു ചേച്ചിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ. പിന്നെ രേണു ചേച്ചി ഒരു തുറന്ന പുസ്തകമാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എല്ലാം ഷെയർ ചെയ്യുന്ന വ്യക്തികളാണ്. ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ വിമർശനങ്ങളായിട്ട് വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി കോൾ ചെയ്ത്, നീ വിഷമിക്കേണ്ട, നീ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നീ നിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തൊരു വ്യക്തിയാണ് രേണു ചേച്ചി. അപ്പോൾ ചേച്ചിക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ചേച്ചിക്കിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറയാണ്ട് മിണ്ടാണ്ട് ഈ സോഷ്യൽ മീഡിയ നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മിണ്ടാണ്ടിരിക്കുമ്പോൾ അത് ചേച്ചി എന്നെ ഒന്ന് ആലോചിക്കും, അല്ലേ? ഇത്രയൊക്കെ കാര്യങ്ങൾ അവർക്ക് അറിയാം, എന്നിട്ട് എന്തുകൊണ്ട് അവർ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല? നാളെ നമുക്കും ഒരു ഇഷ്യൂ വരുമ്പോൾ ചേച്ചി നമുക്കെതിരെ സംസാരിക്കണമല്ലോ. ചേച്ചി പിന്നെ കിച്ചുവിനെ നോക്കണമെന്ന് ഉറപ്പുണ്ടോ? പിന്നെ അതുപോലെ കിച്ചു എന്ന് പറയുന്നത് അത്യാവശ്യം പ്രായപൂർത്തിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. കിച്ചുവിൻ്റെ 1-ാമയല്ല 2-ാമയല്ല 3-ാമയാണ് രേണുസുതി. ആ 3-ാമ ഒരു കുട്ടിയെ നോക്കുന്ന രീതിയിൽ 100% ചേച്ചി നോക്കുന്നുണ്ട് കിച്ചുവിനെ. പിന്നെ കിച്ചു ഓൾറെഡി പ്രായപൂർത്തിയായ കുട്ടിയാണ്, സ്വയം നിൽക്കുന്ന കുട്ടിയാണ്, യൂട്യൂബ് ചാനലുണ്ട്. കിച്ചുവിൻ്റെതായിട്ടുള്ള വരുമാനങ്ങൾ കണ്ടെത്താം. പക്ഷെ കിച്ചുവിൻ്റെ വീഡിയോയിൽ ഒരിക്കലും രേണുസുതിനെയാണ് പറയുന്നത് എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. അത് ഓക്കെ, പക്ഷെ പറയാണ്ട് പറഞ്ഞ പോലെ നമുക്കൊരു ഫീൽ ആയിപ്പോയി. പിന്നെ ആ ചേച്ചിയുടെ അനിയത്തി നേഴ്സാണ്. ചേച്ചി ഹസ്ബൻഡിന് ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നത് കണ്ടു. എനിക്കറിയില്ല. ഞാൻ പറയുന്നൊരു കാര്യം, ആ ചേച്ചി ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ആളാണ്. ആ ചേച്ചിയുടെ അനിയത്തി ഒരു
നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. നോർമൽ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സുധിച്ചേട്ടനാണ് ഇവരെല്ലാവരും നോക്കിയിരുന്നെന്ന് പറഞ്ഞതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ്, വിഡ്ഢിത്തരങ്ങളാണ്. അത്രമാത്രം ഒന്നും നമുക്ക് ഒരിക്കലും, കാരണം സുധീരൻ നന്നായിട്ട് ഒരു ധാരാളിത്തമുള്ള ഒരാളായിരുന്നു. കള്ളുകൂടി ആയിക്കോട്ടെ, പെൺവിഷയങ്ങളിലായിക്കോട്ടെ, എല്ലാ വിഷയത്തിലും. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാണ്ട് ഇങ്ങനെ സുധിച്ചേട്ടൻ മാത്രമാണ് അവരെ നോക്കിയിരുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കണം അത് എത്രമാത്രം ശരിയാണുള്ള കാര്യമാണ്. അതൊന്നും അങ്ങനെ വലിയ ശരിയുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രേണു ചേച്ചിയാണ് ആ വീട് റണ്ണ് ചെയ്യുന്നത്. കാരണം പക്ഷേ എന്ന് വെച്ചാൽ രേണു ചേച്ചിയാണ് ഇവർക്ക് എല്ലാവർക്കും ചെലവിന് കൊടുക്കുന്നതല്ല. അവരെ കാര്യങ്ങളൊക്കെ നോക്കാനും അവരെ ഭർത്താക്കന്മാരും അവരും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും മക്കളെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ രേണു ചേച്ചിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരാളെ വീട്ടിൽ അത് എന്തൊക്കെ പറഞ്ഞാൽ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് രേണു ചേച്ചിക്ക് വീട് കൊടുത്ത് അത് ഒക്കെ ശരിയാണ്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്തിനാണ് ഒരാളെ ഇങ്ങനെ കൂട്ടമായിട്ട് ഹറാസ്മെന്റ് ചെയ്യുന്നത്? അതുപോലെ രേണു ചേച്ചി 5 സ്റ്റാർ ഹോട്ടൽ മരിച്ചെടുക്കുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. രേണു ചേച്ചി എല്ലാം ഫുഡ് കഴിച്ചത് ഇതിൽ വർക്ക് ചെയ്യുന്ന കോമഡി സ്റ്റാർസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരുമ്പോൾ അവർ കയറി ഫുഡ് കഴിച്ചത് അതും ചേച്ചി തലയ്ക്ക്. എല്ലാം ഒരാളെ തലക്കിടുമ്പോൾ എത്രമാത്രം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ കൊല്ലുന്ന പോലെയാണ് ചെയ്യുന്നത്. കാരണം ആ ചേച്ചി കരഞ്ഞ് വന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ കരഞ്ഞിട്ടാണ് സംസാരിച്ചത്. നിങ്ങൾ ഒരു ആത്മഹത്യ വക്കിലേക്ക് നിങ്ങൾ ഒരാളെ തള്ളി വിടുന്നത് പോലെയാണ്. ഞാൻ ചേച്ചി അങ്ങ് മരിച്ചു നേരിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് സമാധാനമാവോ? അപ്പൊ നിങ്ങൾ പറയും അയ്യോ പാവം ചേച്ചിയില്ലേ, അതെയോ അത് മരിച്ചു പോയി, എന്തൊക്കെയായാലും അത് പാവമായിരുന്നു അങ്ങനെ. അപ്പോൾ ഒരു പാവം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരാളെ സംരക്ഷിക്കേണ്ടത്. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ആ ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെ അതിൽ ഒന്നും ഒരു അറുത്തുള്ള കാര്യമല്ല. എന്നെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ഞാൻ മരിച്ചാൽ ഈ വിഷയങ്ങൾ തീരുമോ, ഞാൻ മരിച്ചതൊക്കെ തീരുമോ, എന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചേച്ചി പൊട്ടിക്കറിയായിരുന്നു. കിച്ചുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ചേച്ചിനെ നിരന്തരമായിട്ട് വളരെ മോശമായിട്ട് ചേച്ചിനെ താറടിക്കുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. ആ യൂട്യൂബറിന്റെ കൂടെയാണ് കിച്ചുവിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നത്. അഫ്കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് എവിടെ നിന്നാണ് കുട്ടിക്ക് വിഷം ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞ ശേഷം എനിക്കും ഇത് കുറേ വീഡിയോസ് ഒക്കെ ചെയ്യും, എന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പച്ച നുണ എന്ന് പറഞ്ഞാൽ ാണ് ആ പെൺകുട്ടി പറയുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പലതും ഭയങ്കര മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് നമ്മളെ താറടിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കല്ലേ, നിങ്ങൾ സത്യത്തിന്റെ ഭാഗത്തേക്ക് നിൽക്കുക. പിന്നെ എല്ലാത്തിനും അപ്പുറത്തേക്ക് കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് തെളിയും. ഇത് കർമ്മ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. കാരണം എനിക്ക് അറിയുന്ന ഒരു രേണു ചേച്ചി ഉണ്ട്. ആ ചേച്ചി ഒരിക്കലും ഒരാളെയും മോശമായിട്ട് ഉപദ്രവിക്കാനോ ഒരാളെയും കളിയാക്കാനോ അല്ലെ ഒരാളെ അങ്ങനെ മാനസികമായിട്ട് ഉപദ്രവിക്കാനോ നിൽക്കുന്ന ഒരാളല്ല. ഞാൻ പറയട്ടെ, ചേച്ചിയുടെ കയ്യിൽ 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 100-ൽ 90 രൂപയും ചേച്ചി ഒരാൾ ചോദിച്ചാൽ ചേച്ചി കൊടുക്കും. ചേച്ചിക്ക് അങ്ങനെ വലിയ ക്യാഷിന് ആർത്തിയുള്ള ആളോ അല്ലെങ്കിൽ ക്യാഷായിട്ട് ജീവിക്കുന്ന വ്യക്തിയൊന്നും അല്ല. പക്ഷെ ജീവിക്കാൻ കുറച്ച് ക്യാഷ് വേണം, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ക്യാഷ് ഉണ്ടെങ്കിൽ തന്നെയാണ് എല്ലായിടത്തും. പിന്നെ ഒരാൾ സബ്ബ് തുടങ്ങുക, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. സബ്ബ് ഇപ്പം എത്രയോ നടന്മാരും ഒക്കെ സബ്ബ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് രേണു ചേച്ചിക്ക്? അവരുടെ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ, എന്തെങ്കിലും കാണിച്ച് ജീവിക്കട്ടെ. അതൊന്നും നമുക്ക് നോക്കാനോ നമ്മൾ ഒരാളെയും അന്നം അവരെ വായന്ന് എടുക്കാനോ അല്ലെങ്കിൽ ഒരു അന്നം നമ്മളെ ഇതെടുത്ത് അവരെ വായന ഉള്ളിൽ കുത്തിത്തിരാനോ നമുക്കൊന്നും ഒരാൾക്കും ഒരു റൈറ്റ്സും ഇല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഒരാളെ മാക്സിമം ഒക്കെ എനിക്ക് ആ വിഷമത്തിലൂടെ പോകുന്നൊരു വ്യക്തിയായത് എനിക്ക് മനസ്സിലാക്കാം. ഞാനൊക്കെ എത്രയോ വട്ടം ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ച വ്യക്തിയാണ്. കാരണം ഈ ട്രോളുകൾ കണ്ട് വീട്ടിൽ നിന്നും പ്രഷർ, നാട്ടുകാരെ കയ്യിൽ നിന്നും പ്രഷർ, നമുക്ക് അങ്ങോട്ട് ഭയങ്കര ഇറിറ്റേറ്റ് ആയി പോകും. പിന്നെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു കട്ടി കൊണ്ടൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എല്ലാവർക്കും ആ കട്ടി ഉണ്ടാവണമെന്നില്ല. പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളോട്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അനന്യ അലക്സ്. അനന്യ മരിക്കാൻ കാരണം അനന്യ സൂയിസൈഡ് ചെയ്താണ്. ഒരിക്കലും ഞാനും എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള അനന്യ അറിയുന്ന വ്യക്തികളോ ആരും വിചാരിച്ചില്ല അനന്യ ഒരിക്കലും സൂയിസൈഡ് ചെയ്യുന്നത്. ആ വ്യക്തികൾക്ക് പോലും ഒരു നിമിഷത്തേക്ക് മൈൻഡ് ഇങ്ങനെ ആയി പോയിന്നുണ്ടെങ്കിൽ അത്രക്കൊന്നും മൈൻഡ് ഇല്ലടോ ഈ പറഞ്ഞ രേണു ചേച്ചി എന്ന് പറഞ്ഞ വ്യക്തിക്ക്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു നിമിഷത്തിന് ഇതിൽ ആ ചേച്ചി ആത്മഹത്യ ചെയ്താൽ ആ ചേച്ചിയുടെ കുടുംബത്തിന് പോവും, ആ മക്കൾക്ക് പോവും, എല്ലാവർക്കും പോവും. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വരുമോ? അപ്പോൾ എന്തിനാണ് ഒരാളെ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ കൂട്ടമായിട്ടൊക്കെ ഇങ്ങനെ നിങ്ങൾ ആക്രമിക്കുന്നത്? അത് വേണ്ട, നിങ്ങൾ ഒഴിവാക്ക്. നിങ്ങൾ നല്ലത് പറയണ്ട. എന്തിനാണ് ഒരാളെ ഇങ്ങനെ മോശമാക്കുന്നത്? ഇത് പൊതുവേ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറച്ച് ഫേമസ് ആയി നിൽക്കുന്ന കുറച്ച് രേണു സുധി അതേപോലത്തെ കുറച്ച് ആൾക്കാർ, ഇപ്പം ഞാൻ ഫേമസ് എന്നല്ല പറഞ്ഞത്, ഞാൻ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പിടിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനും ലൈക്ക് തരാനും റീച്ച് തരാനും ഒക്കെ ഒരുപാട് പേരുണ്ട് എന്നൊരു തോന്നൽ കൊണ്ടാണ് ഇവരെ മാനസികമായിട്ട് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇതിലേക്കൊന്നും പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എന്നൊക്കെ ഒരുപാട് പേര് ട്രോളുന്നുണ്ട്. നല്ല ട്രോളുകളുണ്ട്, ഇല്ല എന്നല്ല. നല്ല ട്രോളുകൾക്ക് ഞാൻ നല്ല രീതിയിൽ കമൻറ്റുകൾ ഇടാറുണ്ട്. അക്കൗണ്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ സ്റ്റോറി ആയിട്ട് വെക്കുന്നുണ്ട്.
പറയുന്ന വ്യക്തിയാണ്, നല്ല ട്രോളുകൾ. ചീത്ത ട്രോളുകൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് മാറ്റാറ്. കാരണം നമുക്ക് ആ നെഗറ്റീവ് കാണണ്ട, കേൾക്കണ്ട, അവരെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്. കിച്ചു ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറഞ്ഞു തരുന്ന ആൾക്കാരൊന്നും കിച്ചുവിൻ്റെ കൂടെ 100% മരണം വരെ ഉണ്ടാവണം എന്നില്ല. പകരം കിച്ചുവിൻ്റെ കൂടെ ഉണ്ടാവുന്നത് കിച്ചുവിൻ്റെ മൂന്നാനമ്മയായും കിച്ചുവിൻ്റെ ഇപ്പം മൂന്നാനമ്മക്ക് ജനിച്ച ഋതപ്പനായാലും ഇവരൊക്കെയാണ് നിങ്ങളെ കൂടെ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞു തരുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് പറഞ്ഞു തരുന്നത് ആദ്യം ബോധത്തോടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നും നമ്മളെ കൂടെ നമ്മുടെ ഫാമിലി ഉണ്ടാവുള്ളൂ. അത് ഋതപ്പനല്ല, കിച്ചു മനസ്സിലാക്കണം. രേണു ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ആയാലും മോൻ്റെ അച്ഛൻ കല്യാണം കഴിച്ച വ്യക്തിയാണ്. മോൻ്റെ അമ്മ തുല്യമല്ല, അമ്മ തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം മോൻ പെരുമാറാനായിട്ട്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നല്ലൊരു കുടുംബം, നല്ലൊരു ഫാമിലി ഒക്കെ മോൻ്റെ കൂടെ ഉണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും രേണു ചേച്ചി ഇതുവരെ കിച്ചുവിനെ ഒരു കുറ്റോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പോലും കിച്ചുവിനെ എതിർത്തോ എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എൻ്റെ മകനാണ്, അവന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, അവന് കുറേ ആൾക്കാർ വിഷം കൊടുത്തോണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും കിച്ചു അങ്ങനെ പറയുന്ന വ്യക്തിയല്ല എന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ ആ അമ്മയുടെ മനസ്സ് കിച്ചു കാണാണ്ടിരിക്കരുത്. ഇത് കിച്ചു കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേണു ചേച്ചിനെ വിളിച്ച് ഞാൻ ഇങ്ങനെയല്ല അമ്മയെ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നം മോനായിട്ട് ഞാൻ ഒത്തുതീർപ്പാക്കി നല്ല രീതിയിൽ പോവാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം സുധിച്ചേട്ടൻ ഇല്ലാത്ത സ്ഥാനത്ത് മോനാണ് ആ വീടിനെ താങ്ങി നിർത്തേണ്ട ഒരു വ്യക്തി. അപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുഷ്മം പോരും ഒക്കെ ആയി കഴിഞ്ഞാൽ അത് ഉള്ളിനുള്ളിൽ എപ്പോഴും ഒരു വിഷമമായിട്ട് തന്നെ കിടക്കും. അപ്പോൾ രേണു ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, ചേച്ചി ഹാപ്പി ആയിട്ട് ഇരിക്കുക, ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നടത്തി ചേച്ചി ഹാപ്പി ആയിട്ട് തന്നെ പോകും. അത്രമാത്രം പറയുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈമായി നിങ്ങൾ കാണിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ജാസി ആഷി ഒഫീഷ്യൽ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.